ഗുഹ അടയ്ക്കാനുള്ള ഉറപ്പ് കല്ലിനുണ്ടോന്ന് നോക്കണം. തട്ടി നോക്കിയാൽ അറിയാം. നല്ല കല്ല, ഇത് മതി. എന്താ കല്ല് പൊട്ടിച്ച് കളിക്കുകയാണോ? സോറി. അയ്യോ, കരുനാക്കനാ. എടാ പരമദ്രോഹി, നിന്നെ ഞാൻ. അയ്യോ ശരു, അവൻ ബോധം കെട്ട് വീണു. അത് നന്നായി, ഇനി അവൻ മിണ്ടില്ലല്ലോ. കരുനാക്കനോ? ഈ ദ്രോഹി എങ്ങനെ കിട്ടി? സൂത്രം കല്ലെറിഞ്ഞപ്പോൾ കിട്ടിയതാ. ഇവനെ എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവനെ കാട്ടുതീയിലിടണം. അതിനുള്ള കാട്ടുതീ ഞാൻ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ അവനെ ഇങ്ങ് തട്ടിക്കളയാം. ഏയ് വേണ്ട വേണ്ട, ഇവന് നമ്മുടെ കാട്ടിലെ താമസക്കാരനല്ലേ. അതുകൊണ്ട് കരുനാക്കനെ എന്ത് ചെയ്യണമെന്ന് കാട്ടുമുത്തപ്പൻ തീരുമാനിക്കട്ടെ. അത് കൊള്ളാം. ശരു, താൻ കാട്ടുമുത്തപ്പനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്ത്. പ്രാർത്ഥനകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികളിട്ട് വരുന്നവനെ. അവൻ ഉണർന്നു. എന്താ എന്താ എല്ലാരും കൂടി വട്ടം കൂടി നിൽക്കുന്നതാ? കാട്ടുമുത്തപ്പൻ ഇപ്പൊ വരും. തേടിയ ഉള്ളി കാലിൽ ചുറ്റി. എനിക്ക് മുത്തപ്പനെ ഒന്ന് കാണണം. നീ കാരണം വരുന്ന പ്രശ്നങ്ങൾ കാട്ടുമുത്തപ്പനോട് ഞങ്ങൾ പറയും. ശടാ, ഞാൻ കാരണമോ? ഒരാളുള്ളത് വഴിയിൽ തങ്ങുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് വല്ല പ്രശ്നവും ഉണ്ടായോ? അത് ശരിയാണല്ലോ, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അമ്മോ,